മുഹമ്മദ് മുസ്തഫ. ആ ജാതി മലക്കുൽ മൗത്തിന്റെ രൂപം നമ്മളെ മുമ്പിൽ വന്നാൽ നമ്മളെ എന്താവും, കരിഞ്ഞു പോകൂലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആ ജാതി രൂപത്തിൽ മലക്കുൽ മൗത്തിന് വരുമ്പോ ഒരു എലിയെ കൊല്ലാൻ വേണ്ടി നമ്മൾ പേടിപ്പിച്ച് വീട്ടിൽ കണ ചെന്നാൽ എന്താ ഉണ്ടാവുക? എലി എവിടെ ഒളിച്ചെന്ന് കാണൂല എന്നതുപോലെ നമ്മുടെ റൂഹ് ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിക്കുന്ന, പേടിച്ചിട്ട് മനുഷ്യന്റെ റൂഹ് ഉള്ളിൽ കണ്ട് വലിഞ്ഞു പോകുന്ന, മിണ്ടാൻ പോലും കഴിയില്ല. റൂഹ് എവിടുക്ക പോയത് തന്നെ കാണൂല. അപ്പൊ മലക്കുൽ മൗത്തിന്റെ കൂടെ വരുന്ന മലക്കുകൾ റൂഹ് തരാൻ തുടങ്ങും. ഇവന്റെ ശരീരത്തിലെ മുഴുവൻ സ്ഥലത്ത് മേടി നോക്കുകയാണ്. എങ്ങനെ? എതിരിപൂന വജൂഹകും വഅദ്ബാറഹും. ആ ദുനിയാവല്ല ജീവിതം അപ്പാണ് ബോധ്യാവും. അതുവരെ കളിച്ചോന് ബോധ്യാണ് രംഗാണത്. എതിരിപൂന വജൂഹകും വഅദ്ബാറഹും. മുഖത്തും പുറത്തും അടി കിട്ടും. അടി എന്ന് പറഞ്ഞാൽ അടിയാണ്. എതിരിപൂന അടിക്കുന്ന പറഞ്ഞതാര്? 70,000 പരം പറയുന്ന മലക്കുകൾ അസ്രായിൽ അലൈഹി ഇസ്ലാമിനെ സഹായിക്കാൻ വരുന്ന ഹദീസിലുണ്ട്. അവരുടെ അടി തുടങ്ങും. അടിച്ചിട്ട് അഖ്രിജു അൻഫുസകും, റൂഹിന് പുറത്തെടുക്കും. അടിച്ചിട്ട് നമ്മുടെ റൂഹ് പേടിച്ചിട്ട് ഉള്ളിൽ പോയിട്ട് അടിച്ചിട്ട് പുറത്തെടുക്കും. എങ്ങനെ? അടിച്ചിട്ട് റൂഹ് പുറത്തെടുക്കുന്ന രംഗം തള്ള വിരല് മുതൽ പിടി തുടങ്ങുന്ന. ജ്യൂസ് അടിക്കുമ്പോൾ അടിക്കണം. തള്ള വിരൽ ഞെക്കിയിട്ട് ഞെക്കി ഇങ്ങനെ പിടിഞ്ഞിട്ട് റൂഹ് ഇങ്ങനെ മേപ്പെട്ട് കൊണ്ടുവരിക തൊണ്ടക്കുള്ളിലേക്ക്. റൂഹിന് വലിച്ചെടുക്കുക. എവിടെയാ ഉള്ളത് നോക്കിയിട്ട്. എവിടെയാ റൂഹ്? അത് പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലം ഞെക്കി പിടിക്കുന്നത് കണ്ടല്ലേ? മുടിയാളിച്ചലിനെ പോത്തിനെ അറുത്തിട്ട് ആ പോത്ത് കാലുകൊണ്ട് ഇങ്ങനെ കണ്ടേ അല്ലെ? ഈ രംഗം ശരിക്കും കണ്ടില്ലേ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണിത്. ഇതാ പോവാന്ന് കാണുമ്പോ കാല് തമ്മിലൊരു ഒരക്കലുണ്ട്. അപ്പൊ ബോധ്യവും ജീവിതമല്ല കഴിഞ്ഞു. അപ്പ ബോധ്യവും കഴിഞ്ഞിരിക്കണെന്ന് അപ്പ ബോധ്യവും. അതിന് നിൽക്കണ്ട. ആ സമയത്ത് അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് ബോധ്യമാകുന്ന സമയത്ത് അപ്പൊ ചികിത്സക്കാരെ തേടിയിട്ട് കാര്യമൊന്നുമില്ല. അള്ളാന്റെ ഖുർആൻ നേരെ തന്നെ പറഞ്ഞതാ. അപ്പൊ ആരെ തെരഞ്ഞിട്ടും കാര്യമില്ല. ഒരു ചികിത്സ നടത്തിയിട്ടും കാര്യമില്ല. ആ രംഗത്ത് മനുഷ്യന്റെ റൂഹിനെ അടിച്ചിട്ട് പുറത്തെടുക്കുന്ന പടച്ചറബിന്റെ തൃപ്തി ഒരിക്കലും ആഗ്രഹിക്കാതെ പടച്ചറബിനെ വെറുപ്പിച്ചുകൊണ്ട് നടന്നതിന്റെ ഫലമാണതെന്ന് പരിശുദ്ധ ഖുർആൻ. ആ രീതിയിൽ റൂഹ് അടിച്ചു പിടിക്കുന്ന രംഗത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനത്തെ റൂഹ് പിടിക്കുന്ന രംഗം നമുക്ക് വന്നാൽ എന്താ ഉണ്ടാവുക? ഈമാനില്ലാതെ മനുഷ്യൻ മരിച്ചു പോകുന്ന രംഗം. ആ ഈമാനില്ലാതെ മരിച്ചാൽ പിന്നെ പരലോകം പോയി, ജീവിതം തീർന്നു അതോടുകൂടി. പിന്നെ ഒരുപക്ഷെ കാലാകാലം നരകത്തിൽ ഈമാനില്ലാതെ മരിച്ചു പോയാൽ പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാൻ കിട്ടി മരിക്കണം എന്ന് പറയുന്നത് വെറുതല്ല. അവസാന കാലത്ത് ഈമാൻ തെറ്റിപ്പോകുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. ജീവിതമൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ചു പോകും. ദുന്യാവെന്ന് പഠിച്ചോല്ലാം തരും. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല വലിയ സമ്പന്നനാ, നല്ല പൈസക്കാരനാ, ഇഷ്ടം പോലെ പണമുള്ള നല്ല സമ്പത്തുള്ള മഹാനായ ആ മനുഷ്യൻ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി വിഭവങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളൂ. നോമ്പ് ഇങ്ങനെ തുറക്കാൻ വേണ്ടി വിഭവങ്ങൾ എടുത്തു വെച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ ആ നോമ്പിന്റെ വിഭവങ്ങളുടെ വൈജാത്യം എന്താണ്? നമ്മളിപ്പോ നോമ്പ് തുറക്കുന്ന അത്രയൊന്നുമില്ല. സാധാരണ ഒരു ഭക്ഷണമേ ഉള്ളൂ. ആ ഭക്ഷണം ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ബഹുമാനോട് ഒരു പൊട്ടികൾ കരഞ്ഞു. പൊട്ടിക്കരഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ കരയാൻ കാരണം? നിങ്ങൾ ഇത്ര വലിയ കരച്ചിൽ നിർത്താൻ എന്താ കാരണം? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വളരെ വേദനയോടുകൂടി പറഞ്ഞു, ലഖദ് ഖുതില മിസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം ജീവിച്ച മിസ്അബ് ഇബ്നു ഉമൈർ എന്ന സ്വഹാബി ഉണ്ടായിരുന്നു. ഉഹുദിന്റെ രണാങ്കണത്തിൽ എന്റെ സുഹൃത്ത് മിസ്അബ് മരിച്ചുപോയി. മിസ്അബ് മരിക്കുന്ന കാലം ഞാൻ ഓർക്കുകയാണ്. കരഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്നു, മിസ്അബ് മരിക്കുന്ന കാലം ഞാൻ ഓർത്തു. ഫമാ വജദ്നാ ലഹു ഇല്ലാ കഫനാ. 3 കഫൻ പുടവ കൊടുക്കേണ്ട സ്ഥാനത്ത് 1 കഫൻ പുടവ മാത്രമേ ഞങ്ങൾക്ക് അന്ന് കൊടുക്കാൻ പറ്റിയുള്ളൂ. 3 തുണി കൊടുക്കാൻ ഞങ്ങളെ കയ്യിലില്ല, പണമില്ല. 1 തുണി മാത്രം കിട്ടി. ആ തുണി കൊണ്ട് തല മറച്ചാൽ കാല് പുറത്താണ്, കാല് മറച്ചാൽ തല പുറത്താണ്. റസൂലുള്ളാഹിനോട് ചെന്ന് പരാതിപ്പെട്ടു, കാലോ മറക്കേണ്ടത് തലയോ മറക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, തല മറച്ചിട്ട് കാലുമ്മ പുല്ല് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ആ സുഹൃത്തിനെ കബറിലേക്ക് ഇറക്കണേ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ കാലുമ്മ പുല്ല് വെച്ച് കെട്ടി ഞങ്ങൾ ഇറക്കി. കാലിന്മേൽ പുല്ല് വെച്ച് കെട്ടി ഞങ്ങൾ ഇറക്കി. അതുപോലെ തന്നെ ലഖദ് ഖുതില മരണപ്പെട്ടു പോയി ഉഹുദിൽ ഹംസത്തുൽ ഖറാർ. ഹംസ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു പോയി. ഫമാ വജദ്നാ ലഹു ഇല്ലാ ബുർദതം മൽഹാ. ഒരു പൊടി പുരണ്ട പുതപ്പിലാണ് ബഹുമാനപ്പെട്ടവർ ഞങ്ങൾ കബറടക്കിയത്. 3 കഫൻ പുടവ കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒരു പുതിയ പുതപ്പും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇല്ലാ ബുർദതം മൽഹാ. ഒരു പൊടി പുരണ്ട പുതപ്പിൽ ഞങ്ങൾ അദ്ദേഹത്തെ കഫൻ ചെയ്ത് മറവ് ചെയ്തു.
എന്നിട്ട് നോക്ക് നിങ്ങൾ എന്റെ മേശപ്പുറത്തേക്ക് തുമ്മ ബസത്തല്ലാഹു ലനാ മാ ബസത. പിന്നെ ഇതാ പടച്ചറബ് ഞങ്ങൾക്ക് ഈ കണ്ടത വിഭവങ്ങളൊക്കെ ഒരുക്കി തന്നിരിക്കുന്നു. ഒരുപാട് കാലം അവർ മരിച്ചിട്ടും എന്നെ ഭൂമിയിൽ ജീവിപ്പിച്ചു. ഇന്നതാ എന്റെ മേശപ്പുറത്തെ ഭക്ഷണങ്ങളും വിഭവങ്ങളും ബസത്തല്ലാ, അല്ല പരത്തി തന്നു മാ ബസത്ത, ഈ കണ്ടതൊക്കെ. എന്നിട്ട് എനിക്ക് പേടിയാണ്. ഇന്നീ ഹശീതു, ഞാൻ പേടിച്ചു. പടച്ചോനെ ഞാൻ ഭയപ്പെടുന്നു. കത് ഉജ്ജിലനാ സവാബുന, ഞാൻ ദുന്യാവിൽ ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി എനിക്ക് ഇവിടുന്ന് തന്നെ തന്നുവോ? നോമ്പ് തുറക്കാൻ ഒരല്പം ഭക്ഷണം നന്നായി കിട്ടിയപ്പോഴേക്കും കരഞ്ഞിട്ട് പറയാണ് ലഖദ് ഉജ്ജിലനാ സവാബുന, റബ്ബേ ഞാൻ ദുന്യാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി എനിക്ക് ഇവിടുന്ന് തന്നെ തന്നുവോ? പേടിച്ചിട്ടാണ് കരഞ്ഞു. നമ്മളോ ദുനിയാവിൽ സൗകര്യം കൂടിയപ്പോ പേടിച്ചു, പരലോകം പോകുമോ? എന്താ ഇത് സൗകര്യപ്പെട്ടാൽ അപ്പുറം പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. ഒരല്പം വിഭവം നോമ്പ് തുറക്കാൻ കൂടിയപ്പോഴേക്കും പരലോകം പോകുക, പടച്ചോനെ ഇവിടുന്ന് തന്നെ കൂലി മുഴുവൻ തരാണോ? അവിടെ വരുമ്പോ ഒന്നും ഉണ്ടാവൂലേ എന്ന് ചോദിച്ചുകൊണ്ട് പടച്ചറബിനോട് കണ്ണീര് പൊഴിച്ച മഹാന്റെ ജീവിതം മുമ്പിൽ വെച്ച് നിങ്ങൾ അളക്ക് ജീവിതത്തെ. കുറച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ? വലിയൊരു സൂഫിയായില്ലെങ്കിലും ഒരു പരിധി വരെയെങ്കിലും നമ്മൾ ചിന്തിക്കണ്ടേ? ഭൗതിക സുഖത്തിന്റെ ആർഭാടത്തിൽ നമ്മൾ പരലോകത്തെ വെറുതെ വലിച്ചെറിയണോ? നമ്മുടെ ജീവിതം അതാണ് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തീർച്ചയായും വേണ്ടേ? ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു സന്ദർഭത്തിനാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഞാൻ 10:15 മണിയായി, 10 മണിക്ക് ദുആ സമ്മേളനം നടക്കുന്ന നേരത്തെ MC സാഹിബ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ വല്ലാതിരിക്കുന്നില്ല, പറഞ്ഞാൽ നേരം പുലരുവോളം പറയാനുള്ള വിഷയത്തിന്റെ എമ്പാടും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ നമ്മൾ ദുനിയാവാണ് ജീവിതം എന്ന് ചിന്തിച്ച് വശായി പോയതുകൊണ്ട് നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാവാത്തത്. അപ്പൊ നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാവില്ല. ഒരു സ്വഹാബിയെ മറമാടുന്ന സമയത്തെ സംഭവം അദ്ദേഹം ഓർക്കണം. പടച്ചോനെ മരിച്ചപ്പോ അവർക്ക് ഒരു കഫംപടവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കഫംപടവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മിസ്അബ് റളിയല്ലാഹു തആല ജീവിച്ചതും അങ്ങനെയാണല്ലോ. പട്ടിന്റെ കുപ്പായം മാത്രം ഇട്ട് മക്കത്ത് നടന്ന ചെറുപ്പക്കാരനത് പട്ടിന്റെ കുപ്പായം മാത്രം ഇട്ടത്. പക്ഷേ അവസാനം ഇസ്ലാമിലേക്ക് വന്നപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് മിസ്അബ് കഷ്ണം വെച്ച കുപ്പായം ഇട്ടുകൊണ്ട് മദീനത്തെ തെരുവിലൂടെ നടന്നപ്പോ അത് കണ്ടിട്ട് അള്ളാന്റെ റസൂൽ കരഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ആ കുട്ടിന്റെ ഗതി കണ്ടിട്ട്. എന്തിനാ? ആ കുട്ടി മനസ്സിലാക്കി, പളപള മിന്നുന്ന പട്ടുട്ട് നടന്ന് ദുന്യാവ് വേണ്ട, വീട്ടിൽ അവകാശം കിട്ടിയില്ലെങ്കിലും വേണ്ട, ദുന്യാവ് എനിക്ക് വേണ്ട. ഒരു അവകാശം ചോദിച്ചില്ലല്ലോ പറയുന്നു. ഒരു അവകാശം ചോദിക്കാതെ വീടിന്ന് പടിയിറക്കിയപ്പോ പുറത്തേക്ക് പോകുന്ന മദീനത്ത് വന്ന് കഷ്ണം വെച്ച കുപ്പായിട്ട് നടന്നു. ചെറുപ്പത്തിലെ പട്ടിന്റെ കുപ്പായം മാത്രം ഇട്ട കുട്ടിയാ. ദുന്യാവ് വേണ്ടാന്ന് തീരുമാനിച്ചു. അതാണ് ശരിക്കും ദുനിയാവിനെ അവർ വിറ്റു ആഖിറത്തിന് വേണ്ടി. ആ കച്ചവടം ഏറ്റവും നല്ല കച്ചവടമായിരുന്നു എന്ന് പരിശുദ്ധ പ്രവാചകർ പല സ്വഹാബത്തിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ ചെയ്ത പോലെ ദുനിയാവ് മുഴുവൻ വിൽക്കാനൊന്നും നമ്മൾ പോകുന്നില്ല, വേണ്ട. നമ്മുടെ ദുനിയാവിൽ ജീവിക്കുമ്പോ പരലോകത്തെ മറക്കാതിരുന്നാ മതി. അത്യാവശ്യമുള്ള നിയമത്തും സൗകര്യവും ഒക്കെ പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ സംഗതികളും പടച്ചറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഗൗരവം നമുക്ക് നാളെ ഓർമ്മ വരും. നമ്മളത് ഓർമ്മിക്കും. വലിയ വലിയ തസൂഫിന്റെ പണ്ഡിതന്മാരൊക്കെ സുഖം കൂടിയപ്പോ അങ്ങനെ റുബൈബ് ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. സൂഫിയാണ്. ഈ ഹുസൈം എന്ന് പറയുന്ന മഹാനവർകൾ തന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന പണി എന്താ അറിയോ? അദ്ദേഹം ആദ്യം ഒരിക്കൽ തന്റെ മനസ്സിൽ പടച്ചോനെ കുറിച്ചുള്ള ചിന്ത പോണ്ടോ എന്ന് മുമ്പ് ഇഷ്കാൽ വന്നു. തസൂഫിന്റെ പണ്ഡിതന്മാർ അങ്ങനെ ഒരു കൽബിൽ ഒരിക്കലും പടച്ചോന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കൂല. റുബൈബ് ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ആ മഹാൻ അദ്ദേഹത്തിന്റെ താരിഖിൽ വായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൂഫി പണ്ഡിതൻ തന്റെ വീട്ടിൽ ആദ്യം ചെയ്ത പണി, തന്റെ വിശ്വാസത്തിൽ പടച്ചറബിനോടുള്ള ആ ആദരവ് പോകുന്നുണ്ടോ തോന്നിയപ്പോ ഖദ് ഹഫറ ഖബറൻ ഫീ ബൈതിഹി, തന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു കബറണൂത്തി. വീട്ടിന്റെ ഉള്ളിൽ ഒരു കബറണൂത്തി. സ്വന്തം ഭവനത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു കബറ് കുത്തി. ആ കബറ് കുത്തിയിട്ട് അദ്ദേഹം വക്കാന യഅ്വി ഇലൈഹി, അതിലേക്കാണ് ചെന്നിരുന്നു. അതിലേക്ക് അഭയം തേടി എന്ന് പറഞ്ഞാൽ ആ കബറിൽ, വീട്ടിലെ ഉള്ളിലെ കബറിൽ അദ്ദേഹം ഇരുന്നു. യുഅ്തീഹി ബി ഖശബത്തിൻ, ഒരു മരത്തിന്റെ കഷ്ണം കൊണ്ട് അതാണ് മൂടി. വീട്ടിന്റെ ഉള്ളിൽ ഒരു കബർ കുത്തിയിട്ട് കബറിന്റെ ഉള്ളിൽ കണ്ട് ഇറങ്ങിയിരുന്നിട്ട് അദ്ദേഹം ഒരു മരത്തിന്റെ കഷ്ണം കൊണ്ട് എന്റെ മോളണ്ട് അടച്ചിട്ട് ഉള്ളിൽ അവിടെ ഇരുന്നു. എന്നിട്ടോ വയജ്ലിസു അലാ ഹൈഅത്തിൽ മയ്യിത്തി, ഒരു മയ്യത്തിനെ പോലെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കബറിൽ കിടന്നു. അദ്ദേഹം കബറിൽ ഇങ്ങനെ മയ്യത്തിനെ പോലെ ഇരുന്നു. അങ്ങനെ അദ്ദേഹം മരിച്ചവനെ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് യുകഫിറു ഫീ ഹാലിഹി, ഈ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ പടച്ചോനെ, ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ ഒരിക്കൽ, ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ വന്നിരിക്കേണ്ടി വരും, എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? ആ സമയത്ത് അദ്ദേഹം മലക്കിന്റെ ചോദ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് തന്നോട് ചോദിക്കുന്ന രംഗം ഇങ്ങനെ സങ്കല്പിക്കുകയാണ്. മാത്രമല്ല ഫിത്നത്തുൽ ഖബറിനെ കുറിച്ച്, ഖബറിൽ വരാനുള്ള അദാബിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്. അതിങ്ങനെ ഓർത്തുകൊണ്ട് കുറെ സമയം അദ്ദേഹം ചിന്തിച്ചുകൊണ്ട്, പടച്ചവനെ ഇങ്ങനത്തെ ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മഹാനവർകൾ ഇങ്ങനെ ഇരുന്ന് സമയം കൂടുമ്പോൾ ചരിത്രകാരന്മാര് പറയുന്നു, ഫലമ്മസ്തദ്ദൽ ഹർറു വദ്ദലാം, ചൂടിങ്ങനെ കൂടി വന്നു, ഇരുട്ടും കൂടി വന്നു. ചൂടിങ്ങനെ വർദ്ധിച്ച് വന്ന് ഉഷ്ണം കാരണം അടച്ചിരിക്കുന്ന ഒരു റൂമിന്റെ ഉള്ളിലെ കബർ എങ്ങനെ ഉണ്ടാവും? ചൂട് കൂടി വരികയും ഇരുട്ട് വർദ്ധിക്കുകയും കണ്ണ് പോലും ഇരുട്ടടച്ചു പോയി, എന്തോ സംഭവിക്കുമെന്ന് വന്നപ്പോൾ അവിടെ വെച്ചുകൊണ്ട് മഹാനവർകൾ
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാനത്തെ വാചകം ഓതി റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. റബ്ബിർജിഊൻ റബ്ബിർജിഊൻ, പടച്ചവനെ എന്നെ ഒന്ന് മടക്കിക്കൊണ്ട റബ്ബേ ഭൂമിയിലേക്ക്, പടച്ചവനെ ഞങ്ങളെ ഭൂമിയിലേക്ക് ഒന്ന് മടക്കിക്കൊണ്ട. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, കഴിഞ്ഞുപോയ ജീവിതം പോകട്ടെ, ഇനി ഞങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാതെ തിരിച്ചു വരുമെന്ന് പ്രതിജ്ഞ എടുത്തു. ഇതാണ് പറഞ്ഞിട്ട് അദ്ദേഹം ആ മറൽ പൊളിച്ചിട്ട് കബറിന് പുറത്തു പോകുന്നു, വേർത്ത് കുളിച്ചിങ്ങനെ നിൽക്കുക. എന്താ പറഞ്ഞത്? ഖുർആന്റെ ആയത്താ. പടച്ചോനെ ഇജ്ജിനെ മടക്കി തന്നാൽ എന്റെ ശിഷ്ടകാല ജീവിതത്തിൽ ഞാൻ നല്ലതേ ചെയ്യുള്ളൂ എന്ന് ഖുർആന്റെ ഒരു വാക്കാ. ഇതാണ് പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തം ശരീരത്തോട് പറയാണ്. പരിശുദ്ധ ഖുർആന്റെ ആ വാചകം അനുസരിച്ച് നിന്നെപ്പ പടച്ചോൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ മരിപ്പിച്ചിട്ടില്ല, ഒരു ദിവസം നീ മരിക്കും. നീ പടച്ചോനോട് വാഗ്ദാനം ചെയ്തല്ല അല്ലേ അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഇനി ഒരു ജീവിതം തന്നാൽ നീ നല്ലതേ ചെയ്യൂന്ന് പടച്ചോനോട് ഇപ്പൊ ഈ വാക്ക് പറഞ്ഞില്ലേ, ആ വാക്ക് ശരീരമേ നീ പാലിക്കണം, നീ പാലിക്കണം എന്ന് ശരീരത്തോട് ഇങ്ങനെ പറയാ. അത് പരിശുദ്ധ ഖുർആൻ ആയത്ത്. ഈ ആയത്ത് എവിടെയുള്ളത്? ഈ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ. ഇന്ന് പോയിട്ട് നിങ്ങളൊന്ന് മറിച്ചു നോക്കണം, പേടിച്ചോ നമ്മള്. സൂറത്തുൽ മുഅ്മിനൂൻ മനുഷ്യന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മരിപ്പിക്കുന്ന രംഗം സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കണം നമ്മള്. ഇന്ന് രാത്രി പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ പരലോകത്തെ കുറിച്ച് ബോധം ഉണ്ടാക്കാൻ സൂറത്തുൽ മുഅ്മിനൂന്റെ അവസാനത്തെ പേജ് ഒന്ന് വായിച്ചാൽ മതി. മുഅ്മിനൂൻ സൂറത്തിന്റെ അവസാനത്തെ പേജ്, അതിലുണ്ട് പറയുന്നൊരു വാചകം എന്താ? അല്ലാഹു പറയുന്നു ഫഇദാ നുഫിഖ ഫിസ്സൂർ, ഈ ലോകത്തിന്റെ അവസാന ദിവസം, അന്ത്യനാളിൽ സൂറെന്ന കാഹളത്തിൽ ചൂതപ്പെടുന്ന സമയത്ത് അതിന് ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് ഊതുമ്പോൾ ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ, അന്ന് ഒരു കുടുംബവുമില്ല, ബന്ധങ്ങളുമില്ല, ആരെയും വിളിക്കുന്ന അവസ്ഥയില്ല. എല്ലാവരും ആ മരണപ്പെട്ടു പോകുന്ന സന്ദർഭം നോക്കണം നിങ്ങൾ. ഫമൻ തഖുലത മവാസീനുഹു, ആരുടെയാണോ തുലാസിൽ നല്ലത് വർദ്ധിപ്പിച്ചത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. തുലാസിൽ ഭാരം വർദ്ധിച്ചവൻ വിജയിച്ചു. വമൻ ഖഫത മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, നരകത്തിന്റെ അടിത്തട്ടിൽ ആപതിക്കുന്നവർ അവന്റെ തുലാസിൽ ഭാരം കുറഞ്ഞു പോയവനാണ്. ആ ആളുകളുടെ അവസ്ഥ പടച്ചറപ്പിന്റെ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു തൽഖഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ, നരകത്തിലേക്ക് മുഖം കുത്തി വിടുന്ന രംഗമുണ്ട്. മലക്കുകൾ കൊണ്ടുപോയി വലിച്ചെറിയുന്ന ഒരു രംഗം. ഒരൊറ്റ ഏറാണ് നരകത്തിലേക്ക് മുഖം കുത്തിയിട്ടാ വീഴുക. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ദുനിയാവാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചവനെ പരലോകത്ത് കൊണ്ടുപോയിട്ട് നരകത്തിലേക്ക് മുഖം കുത്തിയൊരു വീഴ്ചയുണ്ട്. ആ മുഖം കുത്തിയൊരു വലിച്ചെറിയൽ, നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ, അവരതിലിങ്ങനെ പല്ലിളിച്ചു നിൽക്കുമെന്ന് പറഞ്ഞാൽ മുഖത്തുള്ള മാംസങ്ങളൊക്കെ കരിഞ്ഞിട്ട് പല്ലിങ്ങനെ പുറത്ത് കാണുന്ന രീതിയിൽ അസ്ഥികൂടം പോലെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പടച്ചറപ്പിന്റെ ഒരു ചോദ്യമുണ്ട്. അലം തകുന്ന ആയാതി തുത്ലാ അലൈക്കും വകുന്തും മിൻഹും തദ്ഹഖൂൻ എന്ന് പടച്ചറപ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവര് നരകത്ത് കിടങ്ങനെ പടക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പറയുന്നൊരു പറച്ചിലുണ്ടാ എന്താ? സൂറത്തുൽ മുഅ്മിനൂനിലുണ്ട്. നമ്മൾ പഠിച്ചോണ്ട് റബ്ബനാ വലബത അലൈനാ ശിക്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. എന്താണ് ആ കരച്ചിലറിയോ? റബ്ബനാ വലബത അലൈനാ ശിക്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ, പടച്ചവനെ വമ്പിച്ച പരാജയത്തിൽ ഞങ്ങൾ പെട്ടുപോയി. ഇങ്ങനെ പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കണ്ട ആ വാക്കുണ്ടോ? റബ്ബനാ വലബത അലൈനാ ശിക്വതുനാ, പരാജയം മികച്ചു പോയി. ഇത്ര വലിയ പരാജയത്തെപ്പെടും ഞങ്ങളും കരുതിയിട്ടില്ല. കുറച്ചൊക്കെ ശിക്ഷ പരലോകത്ത് ഉണ്ടാവും ഞങ്ങൾക്ക് തോന്നലുണ്ടായിരുന്നു, വയന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും. പക്ഷെ ഇങ്ങനെ ഗൗരവം ഞങ്ങൾ ഓർത്തിട്ടില്ല കേട്ടോ. ഈ ജാതി പടലപ്പെടും ഞങ്ങൾ കരുതിയിട്ടില്ല. പടച്ചവനെ റബ്ബനാ വലബത അലൈനാ ശിക്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ, പടച്ചവനെ ഞങ്ങളെ വഴി പഠിച്ചു പോയി. പടച്ചവനെ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, അഖ്രിജ്നാ മിൻഹാ, ഈ നരകത്തൊന്ന് പുറത്ത് കടത്തി തരുമോ? ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഇതേ കോലത്തിലാണെങ്കിൽ അപ്പ നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ ഞങ്ങൾ ളാലിമീങ്ങളാണ്. അല്ലാഹ് തിരിച്ചു പറയും ഇഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ, അവിടെ കിടന്നോ ഒരക്ഷരം മുണ്ടണ്ട. മനുഷ്യന്മാര് പടച്ചറപ്പിനോട് പറയുന്ന വാചകമാണ് റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹാ, പടച്ചവനെ എന്നെ മടക്കി തരുമോ? ലഅല്ലി അഅമലു സ്വാലിഹാ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ. ആ ആയത്തിന്റെ തലക്കലുണ്ട്. അതാണ് ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട റുബൈ റളിയല്ലാഹു തആല അൻഹു തന്റെ ഖബറാകുന്ന വീടിന്റെ ഉള്ളിൽ കുടിച്ച കുടിയിൽ വെച്ച് പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞ ഈ വാക്ക് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ
വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ. അതൊരു വെറും വാക്കായിരിക്കും. നാളെ മരിച്ചു എന്നിട്ട് ആ വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മടക്കിക്കൊണ്ട പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു വെറും വാക്കാ. അതൊരു